ഞാൻ നടക്കാൻ കൊണ്ടുവന്ന് പ്രതീക്ഷ അവിടെ നിൽപ്പോൾ അപ്പം കിടന്ന് ചാടാൻ തുടങ്ങും കൂട്ടിക്കിടന്ന്. അവളെ അഴിച്ചു വിടാൻ പറ്റില്ല. അഴിച്ചു വിട്ടാൽ അവൾ പോയാൽ വരില്ല. അവൾക്ക് തോന്നുമ്പോഴേ വരും. പോകുന്ന വഴിക്ക് അവൾ അയലോക്കാർക്കൊക്കെ ശല്യം. സിറ്റ് ഔട്ടിലിരിക്കുന്നവരൊക്കെ പേടിപ്പിച്ച് തെന്നി വീഴിക്കും, കോഴിയെ പിടിക്കും. പകലാണ് കഴിഞ്ഞ് പോയാൽ. അതുകൊണ്ട് അവളെ അഴിച്ചു വിടലില്ല. ഞാൻ നടത്താൻ കൊണ്ടുപോകേ ഉള്ളൂ. ഇതിപ്പം ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ എന്നും കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് ഞാൻ നടത്താൻ കൊണ്ടുപോകാൻ വരുന്നതാണോ അതോ ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നതാണോ ഒക്കെ ഡൗട്ടുണ്ട്. ഉള്ള സന്തോഷം കണ്ട, ചാട്ടം കണ്ട നടക്കാൻ. കൂട്ടി കിടന്ന് നഖമൊക്കെ നീന്തും. റോട്ടിൽ കിടന്ന് നടത്തുമ്പോൾ ടാർ റോഡിൽ ഉറങ്ങി വെച്ച് നഖമൊക്കെ പോകും. അപ്പം ലീഷ് എടുത്ത് കഴിഞ്ഞാൽ സംഗതി അങ്ങ് കൈവിട്ട് പോകും. ഇവനെ അഴിച്ചുവിടാം. ഇവൻ പിന്നെ അനുസരണയുടെ നിറകുടമാണ്. എവിടെയും പോവില്ല, പോയാൽ വന്നു. അപ്പം നോക്കിയോ, പൊട്ടി അങ്ങനെ പോയാലേ 2 ബക്കിലിട്ടിട്ടുണ്ട് കഴുത്തിൽ. നാട്ടുകാരോട് സമാധാനം പറഞ്ഞു. സാധാരണ നടത്താൻ കൊണ്ടുപോകുമ്പോൾ 2 ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. അവനെയും കൂടെ ഇറക്കുമെന്ന് അവന് പ്രതീക്ഷ. അവൻ ഇത്ര നേരം കറങ്ങിയിട്ട് വന്നതാ. അവളും അവനെ ഇറക്കി വിടുന്നു വിചാരിച്ചാൽ നിൽക്കുന്നേ. അവനെ ഇറക്കി വിടണം. ഓ ഓ കാല് നാങ്ങണ്ടാണ്ടിരിക്കും. ഈ വലി കൊണ്ട് റോട്ടിൽ ചെന്ന് കഴിയുമ്പം നല്ല അസല് ടാർ റോഡ് വലിക്കുമ്പം മെച്ചമുണ്ടാവും. കാരണം നഖം, നീണ്ട നഖം നമ്മൾ കട്ട് ചെയ്യാൻ വെക്കഴിഞ്ഞാൽ നഖം ഒരുപാട് നാളായി കട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ മുറിച്ച ചോര വരും. നമ്മൾ എത്ര താത്തി കണ്ടിച്ചാലും റോഡിൽ നടത്തുവാണെങ്കിൽ ഉരഞ്ഞുരഞ്ഞ് പൊക്കോളും. ഈ വലി കാരണം ടാർ റോഡിൽ വലിക്കുമ്പോൾ ഇത് ഉരഞ്ഞ് നഖം തേഞ്ഞോളും. കുളിപ്പിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി. നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇവൻ വിളിപ്പുറത്താണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ അങ്ങോട്ട്. ഇവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുവാ, സെറ്റ് 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 വെക്കി സെറ്റ്. നോ